വിജയ് എന്നുള്ള പേരിൽ നിന്നും സി ജോസഫ് വിജയ് എന്നുള്ള പുതിയൊരു ന്യൂമറോളജിക്കൽ ചേഞ്ചിലോട്ട് പോകുമ്പോൾ എത്രമാത്രം അദ്ദേഹത്തിന്റെ വിജയ സാധ്യതകൾ നിലവിലുള്ള കാലത്ത് ഉള്ളതുപോലെ കൂടെ സഞ്ചരിക്കുമെന്നുള്ളതൊരു ചോദ്യമാണ്. ലോക മുഴുവനുമുള്ള അദ്ദേഹത്തിന്റെ ആരാധകര് വിജയ് എന്ന് മാത്രമാണ് അദ്ദേഹത്തിനെ വിചാരിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വലിയൊരു വിജയത്തിന്റെ കാരണമാണ്. അദ്ദേഹത്തിന്റെ ന്യൂമറോളജിക്കലി ഈ വിജയ് 10 പേര് അദ്ദേഹത്തിന്റെ വലിയൊരു വിജയത്തിന് ലോ ഓഫ് അട്രാക്ഷനിൽ ഭയങ്കര വിജയത്തിന്റെ കാരണം. ഹലോ, നമസ്കാരം. വാസ്തുപരമായി മറ്റൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. വാസ്തു മേഖലയിൽ നിരവധി സംശയങ്ങൾക്കുള്ള ഉത്തരവുമായി ആസ്ട്രൽ തങ്കച്ചൻ സാർ നമ്മോടൊപ്പം ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഈ വാസ്തുവും ജ്യോതിഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത്. എന്താണ് സാറിന്റെ അഭിപ്രായം? നല്ല ചോദ്യം തന്നെയാണ്. പല ആൾക്കാരും തെറ്റിദ്ധരിക്കപ്പെടുന്നതും ഇത്തരം സംശയങ്ങൾ കൊണ്ടാണ്, മിസ്യൂസ് ചെയ്യപ്പെടുന്നതും ഇത്തരം സംശയങ്ങൾ കൊണ്ടാണ്. കാരണം എങ്ങനെയാണ് മിസ്യൂസ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യഥാർത്ഥ വാസ്തു ഫാൾട്ടാണ് വീട്ടിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ജ്യോതിഷ സംബന്ധമായ രീതികളിൽ ജ്യോതിഷന്മാരിലൂടെ അതിന് പരിഹാരം കണ്ടെത്തി അത് ചെയ്തും ഫലമില്ലാതെ മറ്റൊരാളുടെ അഡ്വൈസ് തിരിച്ചും ചെയ്യുന്നു ഫലമില്ലാതെ ഒരുപാട് കാശ് കളയുന്ന സമ്പ്രദായം ഇപ്പം പരക്കമുണ്ട്. ഞാൻ പോകുന്ന പല വീടുകളിലും ഇതെനിക്ക് നേരിട്ടുള്ള കേട്ടുകേൾവിയാണ്. വാസ്തു ജ്യോതിഷം രണ്ടാണ്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെയാണ് വാസ്തു സംബന്ധമായ കാര്യങ്ങൾ വാസ്തുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു പഠന വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഇത് പഠിക്കുമ്പോൾ ചില കാരകത്വങ്ങളെ കൂടെ പഠിക്കണം. അപ്പോൾ പഠന ആവശ്യങ്ങൾക്കായി ഈ ജ്യോതിഷത്തിന്റെ 12 രാശിഘട്ടങ്ങൾ, ആ 12 രാശിഘട്ടങ്ങൾ മറ്റൊന്നുമില്ല, അങ്ങനെ വലിയൊരു കമ്പസൂത്രമൊന്നും അല്ലത്. ഒരു 360 ആയി നമ്മുടെ ഭൂമി തലങ്ങളെ നമ്മൾ വേർതിരിക്കുന്നു. ആ 360 ഡിഗ്രി ഒരു വൃത്തം, അതിന് 30 ഡിഗ്രിയായി ഭാഗിക്കുമ്പോൾ 360 ഡിഗ്രി കംപ്ലീറ്റ് ആവുന്നു. ഓരോ 30 ഡിഗ്രിക്കും ഒരു രാശിഘട്ടമായി അറിയപ്പെടുന്നു. ഓരോ 30 ഡിഗ്രി, ആദ്യത്തേത് ഇപ്പം മേടം, ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകര, കുംഭ, മീനം. ഇതിനുള്ളിൽ ഓരോ 27 നക്ഷത്രങ്ങൾ, അതിൽ ഒരു നക്ഷത്രത്തിന് 4 പാദങ്ങൾ, അങ്ങനെ 108 പാദങ്ങൾ. ഇത് വലിയൊരു മെത്തഡാണ്. സത്യം പറഞ്ഞാൽ പല വിവാദങ്ങൾക്കും ഇടയിൽപ്പെട്ട് ജ്യോതിഷം തെറ്റിദ്ധരിക്കപ്പെട്ടു. ജ്യോതിഷം ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടുന്നില്ല. കാരണം ജ്യോതിഷം അത്രത്തോളം സത്യമാണ്. പക്ഷെ ഇത് എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ പാണ്ഡിത്യം ഈ ജ്യോതിഷത്തിന്റെ വിജയ തോൽവികളെ തീരുമാനിക്കുന്നു. പക്ഷെ 100% ജ്യോതിഷം ഒരു വലിയൊരു ദീർഘവീക്ഷണമോ ഒരുപാട് മഹാന്മാരുടെ അധ്വാനമാണ്. വാസ്തുവും ജ്യോതിഷവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീടിനെ ചതുരാകൃതിയിൽ നമ്മളാക്കി അതിന് ചില മൂല്യം നിർണ്ണയിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഭാഗമായിട്ട് ഇപ്പം മീനം രാശിയായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിനെ നോർത്ത് ഈസ്റ്റ് ഈശാന്യം, മിഥുന രാശിയായി വരുമ്പോൾ അത് ആഗ്നേയം, കന്നി രാശിയായി വരുമ്പോൾ അത് കന്നി, ധനുരാശിയായി വരുമ്പോൾ അത് വായുവ്യം. അപ്പം ഞാൻ പലപ്പോഴും ന്യൂമറോളജിയിൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാറുണ്ട്. ഇതിനൊരു അട്രാക്ഷൻ ഉണ്ട്. ആ ഗ്രഹത്തിന്റെ അട്രാക്ഷനും ഈ മൂലകൾക്ക് കൂടുതലും സ്വാധീനം ചെലുത്താൻ സാധിക്കും. അപ്പോൾ പഠന ആവശ്യങ്ങൾക്കായും ചില പ്രത്യേക ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളിൽ പെട്ടു നിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തൊഴിലും ആ ജ്യോതിഷത്തിന്റെ ദശാഭുക്തികളും അവർ വസിക്കുന്ന വീടിൽ അവരിൽ അറിയപ്പെടുന്ന മൂലകളുമായി ചെറു ബന്ധങ്ങളുണ്ട്. പക്ഷെ അതൊരിക്കലും അറിവുകൾക്കായി നമ്മൾ ഉപയോഗിക്കുന്നതല്ലാതെ ഒരു പരിഹാര മാർഗമായി ഒരിക്കലും അത് എടുക്കരുത്. ഇത്തരം പഠന ആവശ്യങ്ങൾക്കായി, അറിവുകൾക്കായി ചില അനുബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു വാസ്തു പരിഹാരമായി ജ്യോതിഷത്തിൽ നിന്നൊന്നും എടുക്കാനില്ല. ജ്യോതിഷ പരിഹാരമായി വാസ്തു നിന്ന് എടുക്കാം. വാസ്തു പരിഹാരമായി ജ്യോതിഷത്തിൽ നിന്നൊന്നും എടുക്കാൻ കഴിയില്ല. പക്ഷേ ജ്യോതിഷ പരിഹാരമായി വാസ്തുവിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ നമ്മുടെ പല വ്ളോഗുകളിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് പറയാറുണ്ട്, ശക്തമായ ജാതക ദോഷം ഉണ്ടെങ്കിൽ പോലും വാസ്തുയോഗ്യമായ ഒരു വീട്ടിൽ വസിച്ച് അതിൻ്റെ പൂർണ്ണ പ്രഹരം അനുഭവിക്കാതെ അതിൽ നിന്നും രക്ഷപ്പെടാൻ വാസ്തുവിന് കഴിയും എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ചോദ്യം ക്ലിയർ ആയില്ലേ? അതെ, ക്ലിയർ ആയി. അതുപോലെയുള്ള ഒരു സംശയമാണ് ഇപ്പൊ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ്. ഇപ്പൊ അടുത്തിടെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടില് CM വിജയ്
ഭയങ്കരമായിട്ട് ഒരു വിജയകഥയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. വെരി ഗുഡ്. അപ്പം ഇതില് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതിന് പിന്നില് ജ്യോതിഷം വാസ്തുവായിട്ട് ബന്ധമുണ്ട്. അതായത് CM വിജയന്റെ വിജയം ഈ ഒരു ഇതിനായിട്ട് പിന്നിലുണ്ടായിരുന്നൊരു റൂമറും കേൾക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ? ശരിക്കും പറഞ്ഞതൊരു വലിയൊരു ചോദ്യമായി ചോദിച്ചത്. അതിന്റെ അത്രമാത്രം വിശദമായ ഉത്തരം പറയാനുള്ള പാണ്ഡിത്യം എനിക്കില്ല. പക്ഷെ എന്റെ അറിവുകൾ ചിലത് എനിക്ക് തോന്നുന്നു ഈ വ്ലോഗ് കംപ്ലീറ്റ് ആവും തോന്നുന്നു ഈ കാര്യം പറയുമ്പോൾ തന്നെ. വിജയ് ഒരു ഭക്തനാണോ ഭക്തനല്ലയോ എന്നുള്ളതല്ല എന്റെ ചോദ്യം. പക്ഷെ വിജയ് CM ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ്, ഈ C. ജോസഫ് വിജയ് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. അപ്പം ഇദ്ദേഹത്തിന് ജ്യോതിഷ സംബന്ധമായ ഉപദേശങ്ങൾ കിട്ടുന്നു, അത് അദ്ദേഹവും സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളത് സ്ഥിരീകരിക്കാം. പക്ഷേ വിജയ് മാത്രമല്ലല്ലോ, ശക്തരായ ഇടതുപക്ഷ വിശ്വാസികൾ പോലും അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ പോലും ജ്യോതിഷ സംബന്ധമായ ഒരുപാട് വിധിമുറകൾ പാലിക്കുന്നത് എൻ്റെ ക്ലയന്റ് ലിസ്റ്റിലുണ്ട്. അടിസ്ഥാനപരമായി മതവിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഹൈന്ദവർ മാത്രമല്ല, മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളിൽ നിന്നും പല വ്യക്തികളും ജ്യോതിഷ സംബന്ധമായ ചില സംശയങ്ങളോ അല്ലെങ്കിൽ വാസ്തു പൂർണ്ണമായും അനുസരിക്കുകയോ ചെയ്യുന്ന രീതികളിൽ അനുഭവം എനിക്കുണ്ട്. എൻ്റെ ക്ലയന്റുകൾ തന്നെയാണ് അവർ. സോ ഇതൊരു വിധിമുറയാണ്, അതനുസരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരു വ്യക്തിയുടെ താല്പര്യമാണ്. അതിൽ ചില മതങ്ങളുടെ ചട്ടതിട്ടങ്ങൾ ചിലരുടെ കണ്ണു മറയ്ക്കുന്നു, ചിലരിൽ അതിൽ നിന്നും പൂർണ്ണമായി സ്വതന്ത്രരാകാൻ പറ്റാത്തവണ്ണം അതിനുള്ളിൽ തന്നെ കുടുങ്ങി നിൽക്കുന്നു. ശരിക്കും പറഞ്ഞത് മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഈ ജ്യോതിഷമായിരുന്നാലും വാസ്തുവായിരുന്നാലും ന്യൂമറോളജി ആയിരുന്നാലും മറ്റു യോഗ ആചാരങ്ങൾ മറ്റു പലതും സനാതനത്തിന്റെ വളരെ മുഖ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. എന്നാലോ നമ്മുടെ ബൈബിൾ ആയിരുന്നാലും ഖുറാൻ ആയിരുന്നാലും അതിൽ തരുന്ന ഏറ്റവും വലിയ ഉപദേശങ്ങളുണ്ട്, അതും മനുഷ്യർക്ക് വേണ്ടിയാണ്. അതിനകത്ത് ഒരു ചർച്ചയ്ക്കെടുക്കാൻ പാകത്തിന് ഒരുപാട് വിവാദങ്ങൾക്ക് ഇടയുള്ള ഒരുപാട് എഴുത്തുകൾ ഉണ്ടെങ്കിൽ പോലും കൂടുതലും അതിന്റെ നല്ല പോസിറ്റീവായിട്ടുള്ള കൂടുതൽ വശങ്ങൾ നമ്മുടെ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിന് അവരോട് ഉപയോഗിക്കും. ഒരു പരസ്പര സ്നേഹം, വിശ്വാസം, സഹനം. പക്ഷേ ഇതെല്ലാം മനുഷ്യർക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ്. പക്ഷേ മതങ്ങളുടെയും മതപണ്ഡിതന്മാരുടെയും വിഭാഗതയിൽ ഒരുപാട് പ്രകൃതിദത്തമായിട്ടുള്ള സത്യങ്ങളും പുറന്തള്ളപ്പെട്ടു, വലിച്ചു ചീറപ്പെട്ടു. അപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യം, CM വിജയ് ഇത്തരം ഉപദേശങ്ങൾ എടുക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ 100% എടുക്കാറുണ്ട് താനും. പിന്നെ ഇദ്ദേഹം ഈ CM ആകുന്നതിന് മുമ്പ് ഒരു പഠന ആവശ്യവുമായി അദ്ദേഹത്തിന്റെ വീട് പനയൂർ എന്നുള്ള ഭാഗത്ത്, ചെന്നൈയിൽ നിന്ന് മഹാബലിപുരത്തിന് തൊട്ടടുത്ത് പനയൂർ എന്നുള്ള വീടിന്റെ വാസ്തു രീതികൾ അകത്തൊന്നും പ്രവേശിക്കാൻ പറ്റില്ല. അതിന്റെ ഒരു ലേഔട്ട് ഞങ്ങൾ പരിശോധിക്കുമ്പോഴും പൂർണ്ണമായി അത് വാസ്തു തന്നെയാണ്. പിന്നെയാണെങ്കിലോ ഈ വിജയെ ഉപദേശിക്കുന്ന ജ്യോതിഷൻ അദ്ദേഹത്തിന് ഉപദേശിച്ചുകൊണ്ട് മാത്രമായില്ല അദ്ദേഹത്തിന്റെ വിജയം. ചില വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സിനിമാ ഭാവിയെക്കുറിച്ചും അദ്ദേഹം തന്നെ നല്ല രീതിയിൽ താരതമ്യം ചെയ്തു, തിരഞ്ഞെടുത്തു. അതിനുവേണ്ടി ഒരുപാട് പ്രമുഖരെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവണം, ഒരുപാട് യുവജനങ്ങളെ തന്നിലോട്ട് ആകർഷിക്കാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെയും കൂടുതൽ വിജയമാണ് അതെല്ലാം. അല്ല, ഒരു ജ്യോതിഷം കൊണ്ട് മാത്രമല്ല, ഭാവി ഭദ്രമാണ് എന്നുള്ളത് മാത്രമേ ജ്യോതിഷത്തിൽ പറയാൻ പറ്റുള്ളൂ. ആ മനുഷ്യന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കഠിനാധ്വാനവും ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ച വലിയൊരു സ്നേഹവും കൂടിയാണ് ആ വിജയത്തിനർത്ഥം. തീർച്ചയായും വാസ്തു ആൻഡ് ജ്യോതിഷ സംബന്ധമായ ചില ഉപദേശങ്ങൾ അതിന്റെ പിൻബലമായി ഭവിച്ചു എന്നുള്ളത് സത്യമാണ്. സാർ, ഇപ്പൊ നമ്മൾ വിജയിനെ കുറിച്ചിട്ട് പറഞ്ഞതിനോട് ചോദിക്കുവാണ്, ന്യൂമറോളജി റിലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം ഈ CM വിജയ് എന്നുള്ളൊരു പേരും ഈ ന്യൂമറോളജിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ? വിജയ് എന്നുള്ളത് തീർച്ചയായും അതൊരു ഭാഗ്യകരമായ നമ്പറാണ്, 10. അതിന് ചകടയോഗം എന്ന് പറയും. വിജയ് അദ്ദേഹത്തിന് ഇന്ന് ലോക മുഴുവനുമുള്ള അദ്ദേഹത്തിന്റെ ആരാധകര് വിജയ് എന്ന് മാത്രമാണ് അദ്ദേഹത്തിന് വിചാരിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വലിയൊരു വിജയത്തിന് കാരണമാണ്. അദ്ദേഹത്തിന്റെ ന്യൂമറോളജിക്കലി ഈ വിജയ് 10 പേര് അദ്ദേഹത്തിന്റെ വലിയൊരു വിജയത്തിന്, ലോ ഓഫ് അട്രാക്ഷനിൽ ഭയങ്കര വിജയത്തിന്റെ കാരണം പ്ലസ് വാസ്തുവാണെന്ന് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു. ഇനി അവിടെ ഒരു വേറൊരു പ്രശ്നം, അത് എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്, ഒരിക്കലും അത് മറ്റൊരു തെറ്റിദ്ധാരണയിലോട്ട് പോകരുത്. വിജയ് ആരാധിക്കുന്ന ലക്ഷങ്ങള് കോടിക്കണക്കായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതൊരു വിഷമമായിട്ട് എടുക്കരുത്. പക്ഷെ ഞാനൊരു ന്യൂമറോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എല്ലാ വർഷവും നമ്മൾ ചെറിയ ചെറിയ പ്രവചനങ്ങൾ നമ്മൾ വയ്ക്കും പോലെ തന്നെയാണ്
വിജയ് എന്നുള്ള പേരിൽ നിന്നും സി ജോസഫ് വിജയ് എന്നുള്ള പുതിയൊരു ന്യൂമറോളജിക്കൽ ചേഞ്ചിലോട്ട് പോകുമ്പോൾ എത്രമാത്രം അദ്ദേഹത്തിന്റെ വിജയ സാധ്യതകൾ നിലവിലുള്ള കാലത്ത് ഉള്ളതുപോലെ കൂടെ സഞ്ചരിക്കുമെന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പൊ അതൊരു ന്യൂമറോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്ന സ്ഥിതിക്കും നമുക്കത് വിശദീകരിച്ച് പോകാം. വിജയ് 10 അതൊരു വിക്ടോറിയൻ നെയിം തന്നെയായിരുന്നു. പക്ഷെ സി ജോസഫ് വിജയ് എന്നുള്ള പേര് വന്നപ്പോ 42ലോട്ടായി. സി 3, ജോസഫ് 29, വിജയ് 10. ഇത് മൂന്നും കൂട്ടുമ്പോൾ 42ആയി. ഹീബ്രു സൈഡൊക്കെ വേറെ കുറച്ച് കണക്കുകളുണ്ട്, അത് നേരിട്ട് ന്യൂമറോളജി മാത്രം എടുക്കാം. അങ്ങനെയാണെങ്കിൽ വിജയ് ഇന്ന് മാത്രം അറിയപ്പെടുന്ന അദ്ദേഹം ഇന്ന് ജോസഫ് വിജയ് എന്നാണ് അറിയപ്പെടുന്നത്. കൂടുതലും ഔദ്യോഗികമായി പേപ്പറിൽ എഴുതി വായിക്കുമ്പോഴോ എവിടെയെങ്കിലും വല്ല പോസ്റ്ററുകളിൽ മാത്രമേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ സി ജോസഫ് വിജയ് എന്ന് പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. അപ്പൊ സാധാരണമായി വിജയ് 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 എന്ന് വിളിച്ചുകൊണ്ടുന്ന ശബ്ദം മാറി ജോസഫ് വിജയിലോട്ട് മാറി. അപ്പം ന്യൂമറോളജിയിലെ മറ്റൊരു വശം കൂടെ എനിക്ക് പറഞ്ഞു പോകണം. സി ജോസഫ് വിജയ് ഒരു ഭാഗ്യകരമായ നമ്പർ ആണെങ്കിൽ പോലും പ്രായോഗികമായി അദ്ദേഹത്തിന് കഴിഞ്ഞ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ കൂടുതലായിട്ട് അതിനേക്കാൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ഉപയോഗിക്കേണ്ടത് ജോസഫ് വിജയ് എന്നാണ്. നമ്മുടെ മലയാള ചാനലുകളിലും തമിഴ് ചാനലുകളിലും പലതിലും മാറി മാറി ഞാൻ കേൾക്കുന്നത് സി ജോസഫ് വിജയ് എന്നല്ല ജോസഫ് വിജയ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന സി കട്ട് ചെയ്യുന്നു. ഒരുപക്ഷെ അതൊരു ഒരു എളുപ്പത്തിന് വേണ്ടിയായിരിക്കാം. പക്ഷെ മറ്റുള്ളവരുടെ ശബ്ദം അനേക ആയിരം ലക്ഷ കോടികളുടെ ശബ്ദങ്ങൾ ജോസഫ് വിജയ് എന്ന് വരുമ്പോൾ ജോസഫിന്റെ 29 വർക്കാവും. വിജയ് സെക്കൻഡായി. വിജയ് ജോസഫ് എന്നല്ല പറയുന്നത്, വിജയ് ജോസഫ് എന്ന് വരുമ്പോൾ വിജയ് 10 ഫസ്റ്റ് ആവും. ഇത് ജോസഫ് വിജയ് എന്ന് പറഞ്ഞു വരുമ്പോൾ അത് കൂടുതലും അതിനെ ഉച്ചരിച്ച് വരുമ്പോൾ ജോസഫ് ഫ്രണ്ടിലായി മാസ്റ്റർ നെയിമായി, സെക്കൻഡ് നെയിം വിജയ് ആയി. അപ്പോ ജോസഫിന് ഒരു പ്രഡിക്ഷൻ ഉണ്ടാവും. ഇപ്പൊ ആസ്റ്റൽ തങ്കച്ചൻ, ആസ്റ്റലിന് ഒരു പ്രഡിക്ഷൻ ഉണ്ട്, തങ്കച്ചിന് ഒരു പ്രഡിക്ഷൻ ഉണ്ട്. ഈ രണ്ടും കൂടെ കൂട്ടുന്ന ഒരു കൂട്ടുതുകയ്ക്ക് ഒരു പ്രഡിക്ഷൻ ഉണ്ട്. അതേപോലെ ഇപ്പൊ മാസ്റ്റർ നെയിം ജോസഫ് വിജയ് എന്നാണ്. അപ്പൊ ജോസഫ് 29ന്റെ ന്യൂമറോളജി പ്രഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 29ാം നമ്പർ സ്വീകരിക്കുകയും അത് നെഗറ്റീവായോ പോസിറ്റീവായോ എനർജൈസേഷൻ സംഭവിക്കുമ്പോൾ അത് കോടതിയുമായി കൂടുതൽ ബന്ധങ്ങളുണ്ടാവും. ഒന്നുകിൽ കോടതിയുടെ വക്കീലാവാം, അല്ലെങ്കിൽ ജഡ്ജാവാം, അതല്ലെങ്കിൽ പ്രതിയാവാം, അല്ലെങ്കിൽ വാദിയാവാം, അല്ലെങ്കിൽ കോടതി വളപ്പിൽ ഉപയോഗിക്കുന്ന ആട്ടോ സ്റ്റാൻഡ് ഉപജീവന മാർഗം, അല്ലെങ്കിൽ കോടതിയുടെ ക്യാൻറ്റീൻ ഉപജീവന മാർഗം. എപ്പോഴും 29 കോടതിയുമായി നല്ലൊരു ബന്ധമുണ്ട്. അപ്പൊ നമ്മുടെ വിജയ് സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ഈ പറഞ്ഞ ലിസ്റ്റിലൊന്നും അദ്ദേഹത്തിനോട് ജോലി ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. വക്കീലായോ പ്രതിയായോ വാദിയായോ ഒക്കെ നോക്കുമ്പോൾ അവിടെ ആകപ്പാടെ ഒരുങ്ങുന്ന സംവിധാനം വാദിയായോ പ്രതിയായോ കോടതിയെ സമീപിക്കാനുള്ള ഒരു നിർഭാഗ്യമോ അതല്ലെങ്കിൽ ഭാഗ്യമോ ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ ജോസഫ് എന്നുള്ള 29 ഫ്രണ്ടിൽ വരുമ്പോൾ ഈ വിജയ് എന്നറിയപ്പെടുന്ന ആള് ജോസഫ് വിജയ് എന്നറിയപ്പെടുമ്പോൾ ജോസഫ് വർക്കാവുമ്പോൾ 29 വർക്കാവുന്നു. 29 മൂലം അദ്ദേഹത്തിന് കോടതിയുമായുള്ള ചില ബന്ധങ്ങൾ തുടരും, അത് വാദിയായോ പ്രതിയായോ. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഞാൻ പറഞ്ഞു പോവുകയാണ്. കാരണം എപ്പോഴും ഞാൻ ഒരു കാര്യങ്ങൾ പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയ് വെറും ജോസഫ് വിജയ് കൂടുതൽ അറിയപ്പെടുന്ന കാലങ്ങളാണ്. അതിനകത്ത് കോടതിയുമായി വാദിയായോ പ്രതിയായോ, പക്ഷെ കോടതിയുമായി അദ്ദേഹത്തിന് ഒരുപാട് ഇടപഴകേണ്ടി വരുന്ന കാലങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഈ പേര് കൊണ്ട് എന്നുള്ളത് എൻ്റെ മാത്രമായിട്ടുള്ള ന്യൂമറോളജിക്കൽ ഒരു പ്രഡിക്ഷനാണ്. ഇതിനും വേറെ ഒരുപാട് പരിഹാരങ്ങളൊക്കെ ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു വലിയൊരു സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ പേരൊക്കെ ചേഞ്ച് ചെയ്യാൻ മാത്രം അത് വലിയൊരു ടഫാണ്. എന്നാലും കോടതിയുമായിട്ടൊരു ബന്ധം അദ്ദേഹത്തിന് തുടങ്ങിക്കഴിഞ്ഞു. ഇത് എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ടായിരുന്നു. എന്തായാലും ഞാൻ തുടക്കം മുട്ടേ പറഞ്ഞു ഈ വീഡിയോ ഫുള്ളായിട്ട് വിജയെ കുറിച്ച് തന്നെ സംസാരിച്ച് പോകേണ്ടി വരുമെന്ന്. അദ്ദേഹം ഞാൻ അടുത്ത കാലത്ത് ഞാൻ മൊറീഷ്യസിൽ നിന്ന് തിരിച്ച് ചെന്നൈയിലോട്ട് വന്നു. ചെന്നൈ ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. അവിടെ നിന്ന് വരുമ്പോൾ പുതുതായിട്ട് ഞാൻ അറിയുന്നു. നേരത്തെ ചെറുത് കേട്ടുകേൾവി ഉണ്ടായിരുന്നു, പക്ഷെ അത് സ്ഥിരീകരിക്കപ്പെടുന്നു. അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒരു ചാനൽ, ഒരു ന്യൂസ് ചാനൽ, അതിന്റെ പേര് വെട്രി ന്യൂസ് എന്നാണ് പേര്. അപ്പൊ ഞാൻ ആലോചിച്ചു വെട്രി ന്യൂസ്. അപ്പൊ എനിക്ക് എപ്പോഴും നമ്മുടെ ഒരു സ്വഭാവമാണല്ലോ വെട്രി ന്യൂസ്. അപ്പൊ ന്യൂമറോളജിക്കൽ കൗണ്ടിങ് എന്താണെന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പോ വെട്രി ചില ഗൂഗിളിൽ നോക്കിയപ്പോ ചില ആൾക്കാർ VETRI ഇട്ടിരിക്കുന്നു. അപ്പൊ VETRI വരുമ്പോ 18 വരുന്നു. ഒരിക്കലും 18 അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നമ്പരല്ല. അതായത് ഈ ഭരണ സമയങ്ങളിൽ
ഇൻഡിവിജ്വൽ ആയിട്ടല്ല കേട്ടോ. ഇനി അയാൾ മുഖ്യമന്ത്രിയാ, ആരാധനായ മുഖ്യമന്ത്രിയാ പലരുടെയും. ഈവൻ ചിലപ്പോൾ എനിക്കും പ്രത്യേകിച്ച് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കലാകാരിൽ നിന്നും ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അപ്പോൾ ഈ ചാനൽ വെട്രി ന്യൂസ് എന്ന് വരുമ്പോൾ ന്യൂമറോളജിക്കൽ പ്രഡിക്ഷൻ വെട്രി 18 മാറുന്നു. ന്യൂസ് നോർമലി രണ്ടും കൂടെ കൂടുമ്പോൾ 37 എന്നുള്ള ഭാഗ്യ നമ്പറിലാണ് വരുന്നത്. പക്ഷേ ഇവിടെ വെട്രി 18 ഒരിക്കലും ഒരു ന്യൂസ് ചാനലിന് വലിയ ഭാഗ്യം ചെയ്യില്ല. ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിക്കേണ്ടി വരും ആ ചാനല്. അല്ലെങ്കിൽ അതിന് ഭയങ്കര ഔട്ട്സ്പോക്ക് ആയിരിക്കും, അതിലൂടെ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട്. പക്ഷെ അതേ ഗൂഗിൾ ചെയ്യുമ്പോൾ ഇമേജ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ, കാരണം ഔദ്യോഗികമായിട്ട് എനിക്ക് വിളിച്ച് ചോദിക്കാൻ സുഹൃത്തുക്കളുണ്ടല്ലോ, അവർക്കിത് വലിയ ഇതില്ലാത്ത കുറച്ച് സൗഹൃദങ്ങളിലെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അവർക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ഐഡിയ ഇല്ലായിരുന്നു ഏത് കറക്റ്റുള്ള സ്പെല്ലിംഗ് എന്താണെന്നുള്ളത്. പക്ഷെ ചില സ്പെല്ലിംഗ് VETTRI വെട്രി ന്യൂസ് എന്ന് വരുന്നുണ്ട്, അത് ടോപ്പാ. അപ്പോ ലോകമെമ്പാടുമുള്ള വിജയ് ആരാധകര് എന്നെപ്പോലെ, ഞാനും അതിലൊരാളാണ്. അപ്പം ആർക്കെങ്കിലും അങ്ങനെ ഇത് ഷെയർ ചെയ്ത് ചിലപ്പം അവിടെ എത്താൻ സാധിക്കട്ടെ. ഒരു പക്ഷേ അദ്ദേഹവും നല്ലൊരു നിർദ്ദേശപ്രകാരം ഞാൻ ഈ പറയാൻ പോകുന്ന സ്പെല്ലിംഗ് ആണ് ഉപയോഗിക്കുകയാണെങ്കിൽ ശുഭം. വെട്രി ന്യൂസ് എന്ന് വരുന്നത് VETTRINEWS, വെട്രി ന്യൂസ് എന്ന് ഒരു ടി ഇരട്ടിപ്പാക്കി 2 TTRI എന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് 41 നല്ലൊരു സപ്പോർട്ടാണ് പുള്ളിക്ക്. കാരണം അദ്ദേഹത്തിന് ഒരു 97 ഉണ്ട്, സി ജോസഫ് വിജയ്ക്ക് ഒരു 97 ഉണ്ട്, ലക്ക ഇതിന്റെ ഇത് ആൾമോസ്റ്റ് അതൊരു പോസിറ്റീവ് നമ്പർ തന്നെയാണ്. പക്ഷെ 41 കൺഫേം. വെട്രി ന്യൂസ് DT ഇട്ട് വെട്രി ന്യൂസ് വരുമ്പോൾ 41 കൺഫേം. അദ്ദേഹത്തിന്റെ ചാനലിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. വെട്രി ന്യൂസിന് എന്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അപ്പൊ നമ്മൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ കാര്യങ്ങൾ വരെ നമ്മൾ സംസാരിച്ചു തുടങ്ങി. അപ്പൊ ന്യൂമറോളജി വാസ്തുവിന്റെ ഭാഗമാണ്, അതിൽ തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മറ്റൊരു റിക്വസ്റ്റ്, കാരണം ഈ ചാനല് ഇപ്പം യൂട്യൂബിന്റെ ഒരു അൽഗോരിതം ആണല്ലോ, നോട്ടിഫിക്കേഷൻ. അപ്പം ഇത് കാണുന്ന ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിലൊന്ന് സഹായിക്കുക. ഒരുപാട് ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എത്താൻ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കട്ടെ. നന്ദി.